എല്ലാവർക്കും നമസ്കാരം. സ്പിരിച്വൽ ജേർണി സ്ട്രഗ്ലിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിരുന്നു, എൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 80 വർഷം നമ്മൾ മീറ്റ് ചെയ്യേണ്ട ആൾക്കാരെ 2-3 വർഷം കൊണ്ട് നമ്മളിവിടെ മീറ്റ് ചെയ്യും. ഇവിടെ ഈ സ്പിരിച്വൽ ജേർണിയിൽ അവർ ഇങ്ങനെ വന്നു പോകും. എന്ന് പറഞ്ഞാൽ ചുമ്മാ വന്നു പോകുമെന്നല്ല, നമ്മൾ കർമ്മകടങ്ങൾ തീർത്ത് ബൈ പറഞ്ഞു പോകാൻ തന്നെയാണ് അവർ വന്നേക്കുന്നത്. ചിലർ വന്ന് പെയിൻ തന്നിട്ട് പോകും, ചിലർ നമുക്ക് ഹീലിംഗ് തന്നിട്ട് പോകുമെന്ന് പറഞ്ഞാൽ ചിലർക്ക് കുട്ടികളൊന്നും ഉണ്ടാവാത്ത ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ചിലപ്പോൾ നമ്മളിലൂടെയുള്ള പ്രശ്നങ്ങൾ എല്ലാം സോൾവായി നമ്മൾ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ചെയ്ത് വിടുമ്പോൾ അവർക്ക് അവിടെ കുട്ടികൾ ജനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഹീലിംഗ്. അതുപോലുള്ള സംഭവങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത്. പോകും, എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒരുപോലെയല്ല, ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആണ്. എല്ലാം പാഠങ്ങളാണ്. അക്സെപ്റ്റ് ദ ലെസൺ, മൂവ് ഓൺ എന്നുള്ളതാണ്. ഈ സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ അതാണ് മനസ്സിൽ ചിന്തിക്കേണ്ടത്. ഈ സ്റ്റേജിൽ നമ്മൾ പല ലൂപ്പും റിപ്പീറ്റ് ആവും. അതായത് ഇപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ലൈഫിൽ ഒരു സിനിമ പോലെ തോന്നും. അതായത് ലൂപ്പ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു, ഇതുവരെയൊക്കെ ആരാണ്? ഒരു സമയത്ത് നമ്മളടുത്ത് ഒന്ന് കൂട്ടാകും, പണി തരും, പോകും. ആ സെയിം സോള് വേറൊരു ബോഡിയിൽ വീണ്ടും വരും, പണി തരും, പോകും. അപ്പോൾ നമ്മളടുത്ത് വന്ന് കൂട്ടാവുകയും ചെയ്യും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ഇതൊക്കെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ്. അതാണ് നമുക്ക് ചിലരെ കാണുമ്പം ഭയങ്കര അടുപ്പം തോന്നും. എപ്പോഴോ കണ്ടു മറന്ന പോലെ, അല്ലെങ്കിൽ എപ്പോഴോ നമ്മൾ ഫ്രണ്ടായിരുന്ന പോലെ പെട്ടെന്ന് അടുപ്പം തോന്നുന്നതെല്ലാം കാർമിക് കണക്ഷൻസാണ്. ഇതൊക്കെ വരുന്ന ലെസൺ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വന്ന് ഇതുപോലെ ലൂപ്പ് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ എപ്പോഴാണോ അവിടെ പാഠം പഠിക്കുന്നത്, ആ പാഠം പഠിക്കും നമ്മൾ. അതായത് നമ്മളൊരു ഓവർ ഷെയറിങ് ഉള്ള ആളായിരിക്കും, ചിലപ്പോൾ ഓവർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എപ്പോഴും അവരെ വിളിച്ച് ഇങ്ങനെ കരഞ്ഞ് സംസാരിച്ച്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അവരെ കൂടെ കൂട്ടുക, നമ്മുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും അവരിൽ ഡിപ്പെൻഡൻ്റായി അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലുള്ള പണികളൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ഓരോ ആൾക്കാരുടെ പാസ്റ്റ് ലൈഫ് കർമ്മ ഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ. എപ്പോഴാണ് നമ്മൾ ലെസൺ പഠിക്കുന്നത്, ഈ ലൂപ്പ് വിട്ടുപോകും. അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പാവും. ആ പാഠം പഠിച്ച് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും ആ സോള് വേറൊരു ബോഡിയിൽ വന്ന് എഗെയിൻ ആ സെയിം സംഭവം റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. നമ്മളെവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടെന്ന് തോന്നുന്നു, അപ്പോൾ യൂണിവേഴ്സ് ടെസ്റ്റ് നിർത്തിയിട്ട് ആ ആളെ വീണ്ടും വിടും നമ്മളടുത്തോട്ട്. ഫൈനൽ എക്സാം ഉണ്ടല്ലോ, വീണ്ടും വിടും. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി ഫൈനൽ എക്സാമാണ്. വിട്ട് സോറിയൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വീണ്ടും പോട്ടെ, വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വരും. വീണ്ടും വന്ന് വീണ്ടും നമ്മൾ ഓവർ ഷെയറിങ്, പീപ്പിൾ പ്ലീസിങ്, ഇങ്ങനെ ഓവർ കെയറിങ്ങൊക്കെ ആയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ലൂപ്പ് വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഈ ലൂപ്പിൽ പെട്ട് പണ്ടാരടങ്ങി ഡിപ്രഷൻ അടിച്ചാണ് നമ്മൾ പല ആൾക്കാരും സ്പിരിച്വാലിറ്റി വിട്ടിട്ട് ഓടിപ്പോകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്പിരിച്വാലിറ്റി വിട്ടിട്ട് പല ആൾക്കാരും പിന്നെ നമ്മൾ കാണില്ല. ഗ്രൂപ്പിലൊക്കെ, നമ്മുടെ സ്പിരിച്വൽ ഗ്രൂപ്പിലൊക്കെ ഉള്ള പല ആൾക്കാരും ഇതുള്ള കഷ്ടപ്പാടുകളോട് നിർത്തി പോകുന്നതാണ്. അതിന് പകരം നമ്മൾ വരുന്ന ആൾക്കാരെ ഒക്കെ സ്നേഹത്തോടെ വന്നിട്ട്, ദേഷ്യമൊന്നും വേണ്ട, അവരെ ഒരു സോറി പറഞ്ഞ് ഓക്കെ എല്ലാം സെറ്റാക്കി, ഇനി പിണക്കമൊന്നുമില്ല പക്ഷേ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെറ്റാക്കി. ഒരു പിണക്കമില്ല, അവിടെ നമ്മൾ പാഠം പഠിച്ചു എന്നുള്ളതാണ്. എനിക്കറിയാം, നമ്മളെ മനസ്സിൽ ഇങ്ങനെ പറയാം, എനിക്കറിയാം നിന്നെ, ഞാൻ പാഠം പഠിച്ചു കഴിഞ്ഞു, എന്നെ ടെസ്റ്റ് ചെയ്യാൻ നോക്കണ്ട. നമ്മൾ ആ ലൂപ്പ് അവിടെ പൊട്ടിച്ചെറിയുന്നിടത്താണ് നമുക്ക് ട്രോഫി കിട്ടുന്നത്. ആ ട്രോഫിയാണ് എൻലൈറ്റ്മെൻ്റ് എന്നും അവേക്കനിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്പിരിച്വൽ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.